ഹലോ ഗൈസ്, ഞാനിന്ന് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ ഞാൻ എഴുന്നേറ്റു. എൻ്റെ മുടിയൊക്കെ രാത്രി കെട്ടിക്കിടന്ന മുടിയൊക്കെ ഒന്ന് അഴിച്ച് ഒന്ന് സെറ്റായിട്ട് കെട്ടി. അത് കഴിഞ്ഞിട്ട് നേരെ ഞാൻ എൻ്റെ പുതപ്പ് മടക്കി അതൊക്കെ ബെഡൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് നേരെ തലയിലേക്ക് എടുത്ത് വെച്ച് എല്ലാം ഒന്ന് സെറ്റാക്കി വെച്ചിട്ട് നേരെ ഫുഡ് ഉണ്ടാക്കാനായിട്ട് വന്നു. അപ്പോൾ ഞാൻ ഇന്ന് പുട്ടുണ്ടാക്കാമെന്ന് ഓർത്തായിരുന്നത്. കാരണം തലേദിവസം ഇന്നലെ നൈറ്റായിരുന്നു സാമ്പാർ വെച്ച്. അപ്പോൾ പുട്ടുണ്ടാക്കാമെന്ന് ഓർത്ത് ഞാനെന്നാൽ പുട്ടുണ്ടാക്കാനായിട്ട് പോവാം കേട്ടോ. ചൂടുവെള്ളത്തിലാണ് കേട്ടോ ഞാൻ പുട്ട് നനയ്ക്കാറ്. അപ്പോൾ ചൂടുവെള്ളമൊക്കെ വെച്ച് പാകത്തിന് ഉപ്പൊക്കെ ഇട്ട് വെച്ച് അത് കഴിഞ്ഞ് ഞാൻ പുട്ടുപൊടിയൊക്കെ എടുത്ത് പാകത്തിനൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞപ്പോൾ ഏകദേശം ചൂടുവെള്ളമൊക്കെ സെറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഞാൻ ആ വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട് പുട്ടൊന്ന് കുഴച്ചെടുക്കും. ആദ്യമേ കുറച്ച് നേരം പുട്ടൊന്ന് കുഴച്ച് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണേ. അപ്പോൾ ഞാനത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നേരെ വന്ന് തേങ്ങ ഇരണ്ടാന്നോർത്ത് തേങ്ങ ഇരണ്ടാനായിട്ട് പോവാം കേട്ടോ. ഇന്നലത്തെ സാമ്പാറുള്ള കാരണം ഇനി ചാറുകറിയൊന്നും വെക്കണ്ട. അപ്പോൾ ഒരു തോരനാക്കാമെന്ന് ഓർത്ത്. അപ്പോൾ നോക്കിയപ്പോൾ അച്ചിങ്ങ ഇരിപ്പുണ്ടായിരുന്നു. അന്ന് അച്ചിങ്ങ തോരൻ വെക്കാമെന്ന് ഓർത്ത് അച്ചിങ്ങയൊക്കെ അരിഞ്ഞെടുക്കുമായിരുന്നേ. അച്ചിങ്ങയൊക്കെ അരിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച പുട്ടുപൊടി ഒന്നും കൂടെ കുറച്ച് വെള്ളമൊഴിച്ചൊന്ന് നനച്ചിട്ട് അതിലേക്ക് തേങ്ങയൊക്കെ ചേർത്ത് ഒന്നുകൂടെ ഞാനൊന്ന് ഇതാക്കി എടുത്തിട്ടോ. ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തൊക്കെ എടുത്ത് നേരെ എന്നെപ്പോലെ മടിയുള്ളവർ എത്ര പേരുണ്ട്. ഞാൻ പുട്ട് വെക്കുമ്പോൾ എപ്പോഴും ഇഡലി പാത്രത്തിൽ, അതാകുമ്പോൾ കുറച്ചും കൂടെ എളുപ്പമല്ലേ. കുറ്റി വെക്കാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ ഇഡലി പാത്രത്തിൽ പുട്ടൊക്കെ വെച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ അരിഞ്ഞു വെച്ച അച്ചിങ്ങയൊന്ന് വേവിക്കാനായിട്ടൊക്കെ വെച്ച് അത് കഴിഞ്ഞപ്പോഴാണ് ഓർത്തെ ആ സാമ്പാർ ഒന്ന് ചൂടാക്കാമെന്ന് ഓർത്ത് സാമ്പാറൊക്കെ എടുത്ത് വെച്ചൊന്ന് ചൂടാക്കി. അല്ലെങ്കിലും തലേ ദിവസത്തെ സാമ്പാറിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അതുകൂട്ടി കഴിക്കാനായിട്ടൊക്കെ അടിപൊളിയാണ്. എനിക്ക് സാമ്പാറും പുട്ടും ഭയങ്കര ഇഷ്ടമുള്ളതാണ്. ഇപ്പോൾ പുട്ട് വെച്ചപ്പോൾ ഞാൻ ഓർത്തായിരുന്നു അതിൻ്റെ കൂടെ ഒരു പഴവും കൂടെ പുഴുങ്ങാൻ വെക്കാം. പക്ഷേ ഞാൻ മറന്നുപോയി. അതാണ് ഞാൻ വീണ്ടും പുട്ടിൻ്റെ പാത്രം തുറന്നിട്ട് പഴം അതിനകത്ത് വെച്ച് വേവിക്കാമെന്ന് ഓർത്ത്. അതാകുമ്പോൾ അതും കൂടെ അങ്ങ് വെന്തോളുമല്ലോ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ അവിടേക്കൊന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചിട്ട് ചെറുതായിട്ടൊന്ന് തുടച്ചേ ഉള്ളൂ. ഒന്ന് തുടച്ചൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് പിന്നെ കുറച്ച് പാത്രമൊക്കെ കഴുകാനായിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ പാത്രമൊക്കെ എടുത്ത് കഴുകാമെന്ന് ഓർത്ത് പാത്രമൊക്കെ കഴുകിക്കൊണ്ടിരിക്കുവാണേ. എനിക്ക് ഇഷ്ടമുള്ളൊരു പണിയാണ് പാത്രം കഴുകാനായിട്ട്. എനിക്കിഷ്ടമാണ് പാത്രം കഴുകി അതിങ്ങനെ എല്ലാം അടുക്കിയിരിക്കണത് കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു സമാധാനം, ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു ഇത്. നല്ല രസമല്ലേ അത്. പാത്രമൊക്കെ ഇങ്ങനെ കഴുകി എല്ലാം ഇങ്ങനെ അടുക്കിയിരിക്കണത് കാണാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളുടെ ഇഷ്ടമുള്ള ജോലി ഏതാണെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു കാര്യം വിട്ടുപോയായിരുന്നു.
ഞാൻ അച്ചിങ്ങ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഗ്യാസിൽ, ആ കാര്യം ഞാൻ വിട്ടുപോയി. പിന്നെ ഞാൻ പെട്ടെന്ന് ഓർത്ത്, പാത്രം കഴിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ പെട്ടെന്ന് പോയിട്ട് അത് ഓഫ് ചെയ്തു. പിന്നെ ഞാൻ പാത്രമൊക്കെ കഴുകി സെറ്റാക്കി വെച്ച് അത് കഴിഞ്ഞിട്ട് നേരെ അച്ചിങ്ങ ശരിയാക്കാനുള്ള പരിപാടി നോക്കുമായിരുന്നു കേട്ടോ. പിന്നെ ഉച്ചത്തേക്കുള്ള അരിയും കൂടി ഇടുവാണെങ്കിൽ ആ പരിപാടി അവിടെ തീരും. അതുകൊണ്ട് പിന്നെ ഞാൻ ഉച്ചത്തേക്കുള്ള അരിയും കൂടെ ഇട്ട്. ഞങ്ങളിവിടെ കുത്തരിയാണ് കൂടുതലും ഇടണത്. എനിക്കെന്തോ കുത്തരി ഭയങ്കര ഇഷ്ടമാണ്. അതാണ് ഈ കറിയില്ലെങ്കിൽ പോലും എനിക്ക് കുഴപ്പമില്ല. ചുമ്മാ കഞ്ഞി ഒരു അച്ചാറും മതി കുത്തരിയായിട്ട് കഴിക്കാനായിട്ട്. പിന്നെ ഇവിടെ എപ്പോഴും കഞ്ഞി ഇളക്കുമ്പോൾ അതിൻ്റെ മുകളിലൊരു വെള്ളം വെച്ചേക്കും. അപ്പോൾ ആ വെള്ളം ചൂടാകുമ്പോൾ നമുക്ക് അതിലേക്ക് ഒഴിക്കാമല്ലോ. ഇപ്പം ഞാൻ കുറച്ച് കാന്താരി മുളക് പറിക്കാൻ വന്നതാണേ. അപ്പോൾ ഈ കാന്താരി മുളകൊക്കെ അരക്കുവാണെങ്കിൽ തോരന് കുറച്ചും കൂടെ, നമ്മൾ സാധാ മുളക് ചേർക്കണേലും കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവും. അത് കാരണം ഞാൻ വീട്ടിൽ കാന്താരി മുളകുണ്ട്. അപ്പോൾ കുറച്ച് കാന്താരി മുളക് വരച്ച് തോരന് ഒതുക്കാമെന്ന് ഓർത്ത്, തേങ്ങ ഒതുക്കുമ്പോൾ കാന്താരി മുളക് ഇടാമെന്ന് ഓർത്ത്. എനിക്കാണെങ്കിൽ ഒരു ശീലമുണ്ട്, എനിക്ക് കയ്യിലൊക്കെ എന്തെങ്കിലും പറ്റുവാണെങ്കിൽ അപ്പം വന്ന് കൈ കഴുകണം. എന്നാലേ എനിക്ക് അടുത്ത പണി ചെയ്യാനായിട്ടുള്ളൊരു സമാധാനം കിട്ടുള്ളൂ. എന്താണെന്നറിയില്ല, എപ്പോഴും വന്ന് കൈ കഴുകണം. അത് കാരണം അപ്പോൾ തോരനൊക്കെ ആയി. അപ്പോൾ ഞാൻ കുളിക്കാൻ പോവാണ്. കുളിച്ചത് കഴിഞ്ഞ് വന്നപ്പോൾ 9:53 അപ്പോൾ നേരെ പഞ്ചിങ് ചെയ്ത് വർക്കിന് കയറാനായിട്ടായിരുന്നു. ഞാൻ കഴിച്ചിട്ടില്ലായിരുന്നു. പിന്നെ പെട്ടെന്ന് കഴിച്ചത്. പെട്ടെന്ന് കഴിച്ച് പിന്നെ ഒരു 10:15 ആയപ്പോൾ ഞാൻ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ഓർത്തു. ഞാൻ ഇങ്ങനെ രാവിലെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണെങ്കിൽ പുറത്ത് നല്ലൊരു അടിപൊളി മഴ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ വർക്ക് ചെയ്യുന്ന സമയത്ത് മഴ പെയ്യണതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇപ്പോഴത്തെ മഴയുടെ അവസ്ഥ നമുക്കറിയാം, എല്ലായിടത്തും പ്രശ്നങ്ങളാണ്. അത് കഴിഞ്ഞ് പിന്നെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കണം കേട്ടോ ഇത്. അപ്പോൾ പിന്നെ വർക്കിൻ്റെ ഒന്നും ഞാൻ എടുത്തില്ല. അത് കഴിഞ്ഞ് പിന്നെ വൈകിട്ട് ചായ കുടിക്കണതുമാണ് എടുത്തിട്ടുള്ളൂ. വേറെ വീഡിയോ ഒന്നും എടുക്കാൻ നിന്നില്ല, അതിനുള്ള സമയമൊന്നുമില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇത്രയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇത് കഴിഞ്ഞ് ചായ കുടിച്ച് കഴിഞ്ഞ് വീണ്ടും വർക്ക് തുടങ്ങി. ഞാൻ ഇന്ന് നേരത്തെ തീരുമെന്നൊക്കെ ഓർത്തിരുന്നതാണ്. വീണ്ടും തീർന്നപ്പോൾ ഒരു 7:30 ആയപ്പോഴാണ് വീണ്ടും തീർന്നത്. അത്രയും നേരം നല്ല പണിയായിരുന്നു. അങ്ങനെ ഒരു 7:30 ആകാറായപ്പോൾ എൻ്റെ ഷിഫ്റ്റ് ഏകദേശം കഴിഞ്ഞു, വർക്കൊക്കെ കഴിഞ്ഞു. ഞാനപ്പോൾ എല്ലാം ക്ലോസ് ചെയ്യാനായിട്ടുള്ള ഇതൊക്കെയായിരുന്നു.
വെള്ളിയാഴ്ച കൂടെ ആയാലും നല്ല സന്തോഷമുണ്ട്. പിന്നെ കുറച്ച് നേരം പോയി ടി വി ഒക്കെ കണ്ടു. 1983 ആയിരുന്നു കേട്ടോ സിനിമ. കുറച്ച് നേരം ഇരുന്ന് കണ്ടു. അങ്ങനെ സിനിമയൊക്കെ ഇങ്ങനെ ഇരുന്നിട്ട് അങ്ങനെ കാണുന്നത് കുറവാണിപ്പോൾ ടി വിയിലൊക്കെ ഇരുന്ന്. ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഞാനിവിടെ എൻഡ് ചെയ്യുവാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ ബൈ. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ബൈ.